അങ്ങനെ ഇന്ത്യ രണ്ടാം ഏകദിനവും വിജയിച്ച് കയറുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ഒരു മത്സരം കാണാൻ സാധിച്ചത്. നല്ലൊരു മത്സരം തന്നെയായിരുന്നു ഇന്ന് കാണാൻ സാധിച്ചത്. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ട് 304 റൺസാണ് 49.5 ഓവറിൽ സ്വന്തമാക്കാൻ സാധിച്ചത്. ഇംഗ്ലണ്ടിൻ്റെ എല്ലാവരും ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് ഈ ഒരു മത്സരത്തിനകത്ത് ഉണ്ടാകുന്നത്. ഡക്കറ്റാണ് 65 റൺസ്, അതുപോലെ തന്നെ റൂട്ട് 69 റൺസ് സ്വന്തമാക്കി. അതുപോലെ ലിവിങ്സ്റ്റൺ 41, ജോസ് ബട്ട്ലർ 34 എന്നിങ്ങനെയാണ് അവരുടെ മികച്ച ടോട്ടലുകൾ എടുക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നിരയിൽ സഹായിച്ചവർ. അങ്ങനെ ടോട്ടൽ 304 റൺസ് ഇംഗ്ലണ്ടിന് എടുക്കാൻ, ഇന്ത്യക്കെതിരെ 304 റൺസ് എടുക്കാൻ സാധിച്ചു. ഇന്ത്യക്ക് വേണ്ടി ജഡേജ 3 വിക്കറ്റ് സ്വന്തമാക്കി. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, ഹർഷിത് റാണ, മുഹമ്മദ് ഷമി എന്നിവർ ഓരോ വിക്കറ്റും സ്വന്തമാക്കി. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ 44.3 ഓവറിൽ ഇന്ത്യ കളി ജയിച്ചു. രോഹിത് ശർമ്മ, ഇത്രയും നാൾ ഫോം ഔട്ടായിരുന്ന രോഹിത് ശർമ്മയുടെ ഒരു തിരിച്ചുവരവ് നമുക്ക് ഈ ഒരു മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചു. അദ്ദേഹം എല്ലാ മത്സരവും ഫോം ഔട്ടായി തന്നെ കളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു മത്സരത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് അദ്ദേഹം സാധ്യമാക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. 7 സിക്സും 12 ഫോറും അടക്കമാണ് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി ഈ ഒരു മത്സരത്തിനകത്ത് പിറന്നു. 119 റൺസാണ് രോഹിത് ശർമ്മ ഈ ഒരു മത്സരത്തിനകത്ത് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ഗില്ല് 60 റൺസും, ശ്രേയസ് അയ്യർ 44, അക്ഷർ 41 എന്നിങ്ങനെ ഈ ഒരു ടോട്ടൽ എടുക്കാൻ അവർക്കായി. അങ്ങനെ ഇന്ത്യക്ക് 44.3 ഓവറിൽ ഇന്ത്യ കളി ജയിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു. നല്ലൊരു മികച്ച ബാറ്റിംഗ്, രോഹിത് ശർമ്മയുടെ മികച്ചൊരു ബാറ്റിംഗ് തന്നെയാണ്, എടുത്തു പറയേണ്ട ബാറ്റിംഗ് തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിനകത്ത്. അങ്ങനെ ഓപ്പണിങ്ങിൽ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഓപ്പണിങ്ങിൽ സച്ചിൻ്റെ ആ ഒരു റെക്കോർഡ് വെട്ടിക്കാൻ രോഹിത് ശർമ്മയ്ക്കായി. 50 റൺസ് മാത്രമായിരുന്നു ആ ഒരു റെക്കോർഡിനരികിലായിരുന്നു രോഹിത് ശർമ്മ ഉണ്ടായിരുന്നത്. ആ ഒരു റെക്കോർഡ് ഇപ്പോൾ രോഹിത് ശർമ്മ മറികടന്നിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ളത് നമ്മുടെ സേവാഗ് മാത്രമാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ്